പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം നടക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെ തന്നെ PR വർക്കാണ് എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. രാഷ്ട്രീയക്കാരനാണ്, പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം PR വർക്ക് നടത്തും, ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി പൊതു ഖജനാവിൽ നിന്നടക്കം പണം ചിലവാക്കിയിട്ടുമുണ്ട്. അതിന് ഒരു കൃത്യമായ കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കുണ്ട്. ഏതൊക്കെ ഏജൻസികളാണ് ഇത് ചെയ്യുന്നത് എന്ന കാര്യം മാത്രം വ്യക്തമായില്ല. ഇപ്പോൾ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിന് കിട്ടിയ കണക്കനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തിനിടെ ഏതാണ്ട് 2586 കോടി രൂപ ഈ പ്രധാനമന്ത്രിയുടെ പ്രമോഷന് വേണ്ടി മാത്രം ചെലവഴിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 2020 മുതൽ 26 വരെയുള്ള കണക്കാണ് ഇത്. പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും ഹോൾഡിങ്ങുകളിലൂടെയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ പരസ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇന്ത്യയൊട്ടാകെ ചെലവഴിച്ച തുകയാണ് 2586 കോടി രൂപ. അച്ചടി മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കായി കഴിഞ്ഞ 6 വർഷത്തിനിടെ 796 കോടി രൂപയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 25-26 പത്രമാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്കായി മാത്രം 338 കോടി രൂപയും ചെലവഴിച്ചു എന്നും കേന്ദ്ര സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഹോൾഡിങ്ങുകൾക്ക് അതുപോലെയുള്ള പരസ്യങ്ങൾക്കൊക്കെ 583.97 കോടി രൂപ. പ്രമോഷനായി, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ പ്രമോഷനായി 2020-21 വെറും 14 കോടി ചെലവഴിച്ച സ്ഥാനത്ത് 2025-26 ആയപ്പോഴേക്കും അത് 131.35 കോടി രൂപയായി ഉയർന്നു. ഏതാണ്ട് 10 ഇരട്ടി വർധനമാണ് ഡിജിറ്റൽ പരസ്യങ്ങളിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാധ്യമത്തിൻ്റെ ഓൺലൈനാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അദ്ദേഹം തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ, അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനമന്ത്രി എന്ന ലേബലിലുള്ള പദ്ധതികൾ, പ്രധാനമന്ത്രി കിസാൻ യോജന, ജനൌഷധി യോജന, അങ്ങനെ നിരവധിയുണ്ട്. അപ്പം ഇത്തരം പദ്ധതികളുടെ പരസ്യങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പരസ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊമോഷനും ഒക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടാകും അതിനകത്ത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, ഇന്ത്യ അത്ര വലിയ ഒരു സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു രാജ്യമല്ല. വളരെ 2014 മുതൽ അല്ലെങ്കിൽ 2020 മുതൽ തന്നെ കൃത്യമായ സാമ്പത്തിക ഭദ്രത കൈവരുന്ന, വലിയ എക്കണോമി റേറ്റുള്ള, വലിയ GDP റേറ്റുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രമോഷനായിട്ട് കുറച്ച് പണം ചെലവഴിച്ചു എന്ന് പറഞ്ഞ് അത് ഇതിന് മാത്രം വലിയ ഒരു വാർത്തയാക്കി അതിനെ പൊലിപ്പിച്ച് കാണിക്കാനുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു തുക, 2586 കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. ഇത്രയും തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവനവൻ്റെ പരസ്യങ്ങൾക്കും അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും അവനവൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അവനവൻ്റെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടുമൊക്കെ ചെലവഴിച്ചു എങ്കിൽ അതൊരു വലിയ തുക തന്നെയാണ് എന്നതിൽ വിമർശനാത്മകമായി തന്നെ നമ്മൾ അതിനെ കാണുകയാണ്. ഇത്രയും തുക ചെലവഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മാധ്യമത്തിൻ്റെ പാതയിലൂടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അദ്ദേഹം അതിന് വേണ്ട അടിയന്തര നടപടികൾ കൈക്കൊണ്ട് അതിന് ചെലവ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഉടൻ സ്വീകരിക്കും എന്ന് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊക്കെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും പണമാണ്. പ്രൊമോഷന് വേണ്ടി ഇപ്പം പിണറായി വിജയൻ പ്രൊമോഷന് വേണ്ടി ഇലക്ഷൻ്റെ കാലത്ത് മാത്രം 227 കോടി രൂപയാണ് ചെലവഴിച്ചത്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, കുറച്ച് മാസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ 1-1.5 മാസങ്ങൾ കൊണ്ട്. 6 വർഷം കൊണ്ട് 2586 എന്ന് പറയുന്നതും വലിയ തുക തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്, അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇതിപ്പോൾ ഒരു ചർച്ചയാകും. കാരണം തൃണമൂലിലെ ഒരു ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്തയായിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ ചർച്ചയാക്കി അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉണ്ടല്ലോ പ്രതിപക്ഷത്ത്. വിമർശനാത്മകമായി പറയുന്നു, ഇത് കൃത്യമായി കുറയ്ക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധ വേണ്ടതായിരുന്നു. ജാഗ്രത കുറവ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായോ എന്ന കാര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. ഇതിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വകുപ്പ് സെക്രട്ടറിമാരുമൊക്കെ കൃത്യമായി മറുപടി പറയും. അതായത് വരും ദിവസങ്ങളിൽ മറുപടി പറയും എന്ന് തന്നെ നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു.